എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ജോബി ജോസഫ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വാഹനങ്ങൾ AC ഉള്ള വാഹനങ്ങളാണെങ്കിൽ അത് കുറേ നാളത്തെ ഉപയോഗത്തിന് ശേഷം AC-യുടെ ഫാനിൻ്റെ സ്പീഡ് കുറയുന്നതായിട്ട് കാണും. ശരിക്കും അത് സ്പീഡ് കുറയുന്നതല്ല, ഫാനിൻ്റെ കാറ്റ് കുറഞ്ഞു വരുന്നതാണ്. നമുക്ക് പുറത്തേക്കുള്ള ഔട്ട് കിട്ടുന്നത് വളരെ കുറഞ്ഞ് വരികയും AC നമുക്ക് ശരിക്കും കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ AC നമുക്ക് നല്ല രീതിയിൽ കിട്ടുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ Wagon-R ആണ്. അപ്പോൾ ഇതിൻ്റെ AC-ക്ക് ഒരു ഫിൽറ്ററുണ്ട്. ഈ ഫിൽറ്റർ നമ്മളൊന്ന് ഊരി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ Wagon-Rൻ്റെ AC-യുടെ ഫിൽറ്റർ എങ്ങനെ ഊരാം, അതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫിൽറ്റർ എവിടെയാണെന്ന് കാണിക്കുക, അതെങ്ങനെ ഊരുന്നതെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഫിൽറ്റർ ഒന്ന് ഊരിയെടുക്കാം. ആദ്യം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബ്രഷ് ആവശ്യമുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലത്തെ ബ്രഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രഷ് നമ്മൾ കയ്യിലെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഫിൽറ്റർ ഊരിയെടുക്കാം, എന്നിട്ട് ക്ലീൻ ചെയ്യാം. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റ്, ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് സീറ്റിൻ്റെ മുൻപിലായിട്ടാണ് AC-യുടെ ഫിൽറ്റർ ഉള്ളത്. ഡാഷ്ബോർഡിൻ്റെ അടിവശത്താണ് അതുള്ളത്. നമുക്ക് അതൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാ വണ്ടിയിലും ഉള്ളതാണ്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സ്പേസാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് ഊരിയെടുക്കണം. ഇപ്പം അതൊക്കെ ഒന്ന് മുകളിലോട്ട് പൊക്കിയാൽ മതി, നമുക്ക് സിമ്പിളായിട്ടിത് ഊരിയെടുക്കാവുന്നതാണ്. ഉണ്ടോ? ഇതേപോലെ ഇത് ഊരിയെടുക്കാം. ഇത് ഊരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ ഇവിടെ ഇതേപോലെ ഒരു ബുഷുണ്ട്. ഈ ബുഷ് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഇതിൻ്റെ ഒരെണ്ണം നേരത്തെ ഞാൻ ഇതുപോലെ ഊരിയപ്പോൾ നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഊരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇത് ഊരിപ്പോകാതെ സൂക്ഷിച്ചോണം. അപ്പോൾ ഇത് നമ്മുടെ കാല് വെക്കുന്ന ഭാഗമാണ്. ഇവിടെ എന്താണെങ്കിലും പൊടി ഉണ്ടാവും. ഈ പൊടിയാണ് നമ്മുടെ AC ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടാണ് നമ്മുടെ AC ഫിൽറ്റർ ഉള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഡോറുണ്ട്. ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ അതിനകത്ത് കാണാവുന്നതാണ്. ഇതാണ് ആ ഡോറ്. നമുക്കിതൊന്ന് തുറക്കണം. അതിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് ഞെക്കിയിട്ട് പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു വരും. ഇനി നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങ് ഊരിപ്പോരുന്നതാണ്. ഇതേപോലെ നമുക്ക് ഊരിയെടുക്കാം. ഇതിനകത്ത് ഈ വെള്ള കളറിൽ കാണുന്നതാണ് ഫിൽറ്റർ. അത് പതിയെ വലിച്ച് നമുക്ക് പുറത്തോട്ട് എടുക്കാവുന്നതാണ്. ഇതേപോലെ പതിയെ വലിച്ചു കഴിഞ്ഞാൽ അത് പുറത്തോട്ടിങ്ങ് പോരും. ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാം. ഇതാണ് AC-യുടെ ഫിൽറ്റർ. ഇതിനകത്ത് നിറച്ച് പൊടിയുണ്ട്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. ഈ ഫിൽറ്ററിന് കുറേ ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരങ്ങളിലെല്ലാം തന്നെ പൊടി കയറി അടഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് പതുക്കെ ഇങ്ങനെ ഒന്ന് തൂക്കണം. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന പൊടിയൊക്കെ ഇളകി വരും. ഇപ്പോൾ ഒരുപാട് പൊടി ഇതിനകത്തില്ലാത്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് ക്ലീൻ ചെയ്തിട്ടില്ലാത്ത വണ്ടികളിലാണെങ്കിൽ കണ്ടമാനം പൊടിയായിരിക്കും. നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൊടി വരും. വല്ല മാസ്കൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട്. ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ഉരച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിങ്ങനെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പൊടി ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. ഇനി ഇതിൻ്റെ അടുത്ത സൈഡും ഇതേപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതുപോലെ ഉരച്ചു കൊടുക്കുക.
അതിനുശേഷം ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. 1-2 പ്രാവശ്യം ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പൊടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കാറ്റ് കിട്ടത്തില്ല. എ സിയുടെ കാറ്റ് വളരെ കുറച്ചായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എ സി കംപ്ലൈൻ്റ് ആണ് എന്ന് ചിന്തിക്കും. പക്ഷേ സംഭവം അതൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ പൊടി കയറി അടയുന്നതുകൊണ്ടാണ് അങ്ങനെ കാറ്റ് കിട്ടാതെ വരുന്നത്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടും കാറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും. അത് എ സി നന്നാക്കുന്ന ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് നമുക്ക് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മുകളിലോട്ടൊരു ആരോ ഉണ്ട്. ഈ ആരോ കാണിച്ചിരിക്കുന്ന വശം, അതായത് ഈ ആരോയുടെ മുൻവശം, അതായിരിക്കും മുകളിലിരിക്കേണ്ടത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സീറ്റ് ആകത്തില്ല. അപ്പോൾ ഈ ആരോ നോക്കിയിട്ട് കറക്റ്റായിട്ടത് സെറ്റ് ചെയ്യുക. ഇത് പതുക്കെ ഇതിനകത്തോട്ട് നമ്മൾ ഊരി എടുത്ത കണക്ക് തന്നെ പതുക്കെ വെച്ചിട്ട് അങ്ങ് തള്ളിക്കൊടുത്താൽ മതി. തള്ളിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഡോറ് പതുക്കെ എടുക്കുക. ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിലോട്ട് ഇതിൻ്റെ ഈ ഭാഗം കയറ്റി കൊടുക്കണം, ആ ഹോളിലോട്ട്. അത് നമുക്ക് നോക്കിയാൽ കാണാം. ഇതിപ്പം വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ ഉൾഭാഗമായത് കാരണം. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതവിടെ ഉറച്ചിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സ്റ്റോറേജ് സ്പേസ് കറക്റ്റായിട്ട് അതിനകത്തൊന്ന് ഫിക്സ് ചെയ്യണം. ഇത് കയറ്റിയിടാനായിട്ട് ഇതേപോലെ 2 ഹോൾ ഇവിടെ ഉണ്ട്. അവിടോട്ട് നമ്മുടെ ഇതിൻ്റെ ഈ 2 ഭാഗം പതിയെ കയറ്റിയിടണം. അതിനുശേഷം പതിയെ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അതിനകത്ത് കയറി സീറ്റായിട്ടിരിക്കണം. ഇപ്പോൾ ഇതുണ്ട്, ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എ സിക്ക് എന്തും വേണ്ട പവർ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. എടുത്തായിരുന്നു ഇപ്പോൾ നമ്മുടെ എ സി ഓഫാണ്. നമ്മൾ ഫാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അതിന് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ എ സി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റുള്ളത് കൊണ്ട് സൗണ്ടിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടാവും. നോക്കുക, എ സിയുടെ നല്ല കാറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലത്തെ വാൽവ് ഒന്ന് നോക്കുക. നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തേക്ക് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. കൂടെ ഫോളോ ഒന്നും കൂടെ അമർത്തി സി ഫസ്റ്റ് എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ.